ടു ചെങ്സ്റ്റോക്ക്. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ഒരു കന്നഡ മൂവിയിലെ ഒരു സോങ് ആണ്. ആൻഡ് ഭീമ മൂവിയാണ്. നമുക്കറിയാം ദുനിയ വിജയുടെ മൂവിയാണ്. ഇത് ലോട്ട്സ് ഓഫ് ടൈം നമ്മള് ഇപ്പൊ ഇറങ്ങും വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവി കൂടിയാണ്. ടീസറും ഗ്ലിംസ് ഒക്കെ നമ്മൾ ഓൾറെഡി റിയാക്ട് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഒന്ന് രണ്ട് സോങ്സും നമ്മൾ മുന്നേ റിയാക്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് ഐ ലവ് യു ആയിരുന്നു. അത് ശരിക്കും നമ്മളെ ലൈക്ക് വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദിസ് മൂവി സിൻസ് ലോങ് ടൈം. കാരണം അതിന്റെ ഫസ്റ്റ് അപ്ഡേറ്റ് ഐ തിങ്ക് an year before or something like that. It is അതും ബർത്ത്ഡേ സമയത്ത് എന്തോന്ന് വന്നത് കുറെ ആയി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നോ അപ്ഡേറ്റ്സ് അഗൈൻ. ഇൻ ബിറ്റ്വീൻ എപ്പോഴെങ്കിലും ഓരോ സോങ് ഇങ്ങനെ ഇറക്കുന്നുണ്ട്. he is directing the movie. He is directing and he is acting. രണ്ടും അദ്ദേഹം ഡയറക്ടറും കൂടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നത് ഇറ്റ്സ് ടേക്കിംഗ് ദിസ് മച്ച് ടൈം. പക്ഷെ അതിനകത്ത് വന്നിരിക്കുന്ന സംഭവങ്ങളൊക്കെ that we are having a hope that's going to be very interesting thing. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ബാംഗ്ലൂരിന്റെ എന്തൊക്കെയോ ആ ഒരു കഥയൊക്കെ പറയുന്ന ഒരു സാധനം. അതെ, നമ്മൾ കഴിഞ്ഞ സോങ്ങിലൊക്കെ ഒരു സ്ട്രീറ്റ് സോങ് ഒക്കെ ഉണ്ടായിരുന്നു, ഏകദേശം ബാഡ് ബോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അത് നമ്മുടെ ചരൺ രാജ് മ്യൂസിക്കലാണ്. അതുപോലെ തന്നെ നമ്മുടെ ചരൺ രാജിന് ഭയങ്കര ഫേവറേറ്റ് ആണ്, ഭയങ്കര നല്ല കിടലൻ സോങ്സ് ചെയ്യുന്നതാണ്. ആൻഡ് ഗനമുത്താണ് ഈ സോങ് പാടിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും നേരെ സോങ്ങിലോട്ട് പോവാം. എന്താ സോങ്ങിന്റെ പേര്? ഡോണ്ട് വെറി ബേബി ചിന്ന. ഓക്കെ, ചിന്നമ്മ നമ്മള് കണ്ടില്ലായിരുന്നത് കൃഷ്ണൻ പ്രണയസഖി. അതിനകത്തും ചിന്നമ്മ, ഗണേഷ് കുമാർ, ഗോൾഡൻ ഗണേഷ് ഗോൾഡൻ സ്റ്റാർ ഗണേഷ്. ഗോൾഡൻ സ്റ്റാർ ഗണേഷ്, ഗോൾഡൻ എഗ് എന്നൊക്കെ പറയുന്നില്ലേ ഒരു ഗോൾഡൻ ഡക്ക് എന്നൊക്കെ ഉണ്ടായിരിക്കും. റെഡി? Don't worry baby Chinnamma, I have a nalli andane starama. Oh, don't worry baby Chinnamma, again different song. മറ്റേ വൈബ് പോലെ ഫസ്റ്റത്തെ സോങ്. ബാൻഡ് amma lumma baby amma feels auto damal dimil gumal gimil dance. ಮರಳಿ ಬಾರದ ಊರಿಗೆ ಅಣ್ಣ ಹೋಗವ್ನೆ ಟೂರಿಗೆ. ಮೈ ಹಾಕು ರಿಚ್ಚು, ಯಾರು ಇಲ್ಲ ಮ್ಯಾಚು. ಹಿಡಿದ್ರೆ ನಿಂದೆ ಪಿಚ್ಚು. ಬೇಬಿ ಅಮ್ಮ, ಡೋಂಟ್ ವರಿ ಬೇಬಿ ಅಮ್ಮ. ಕೇಳಿಸ್ಕೊಳ್ರ ಏಟರ್ಸು, ನಮ್ಮವ್ರೆ ನಗ್ತಾ ಗುಮ್ಮವ್ರೆ. ಸ್ಟಾರ್ಟ್ ಆಯ್ತು ರೆಡಿ ಆಗ್ರೋ, ನಾಕ್ ಆದ್ರೆ ಗೊತ್ತ ಅಂದ್ರೆ ಅಕ್ಕಿ ಕಾಳನು ಧರಿಸಿದೆ. ಅಕ್ಕಿ ಕಾಳನು ಧರಿಸಿದೆ, ಕಣ್ಣ ನೀರಲ್ಲೇ ಬೇಯಿಸಿದೆ. ಮೈ ಹಾಕು ರಿಚ್ಚು, ಯಾರು ಎಲ್ಲ ಮ್ಯಾಚು. ಇದು ನಮ್ದೆಲ್ಲ ವಿಧಿಯ ಖರ್ಚು. ಬೇಬಿ ಅಮ್ಮ, ಡೋಂಟ್ ವರಿ ಬೇಬಿ ಅಮ್ಮ. സോങ് പോലെ
സൂപ്പർ ഒരു രക്ഷയില്ല. Nice. So this is what the specialty of this director. കാരണം ഇറ്റ്സ് ലൈക്ക് ഈ ആ ഒരു പൾസ് അറിഞ്ഞിട്ട് Yes. എടുക്കാന്നൊക്കെ പറയില്ലേ, ലൈക്ക് ആ ഒരു പ്രേക്ഷകന്റെ ദാറ്റ്സ് വാട്ട് ദാറ്റ് പൾസ് ഓഫ് എന്താ പറയാ ഒരു പീപ്പിൾസ് പൾസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് അതിന് ഒത്ത കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ ചരൺ രാജ്. കാരണം ചരൺ രാജിന്റെ സോങ് എന്ന് പറയുന്നത് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ഓരോ സോങ് ഫസ്റ്റ് തൊട്ടിട്ട് ഇപ്പൊ ഇതുവരെ ഓരോ സോങ് കേട്ട് എല്ലാം ഡിഫറെന്റ് വൈബ് ആണ്. raw. That's That's what. There is no filter or something like that. It's a completely raw that they പുള്ളിക്കാരൻ കാണിക്കുന്നത്. It's like okay, this is what അങ്ങനത്തെ ഒരു സംഭവമാണ്. And it's very perfectionist I feel. കാരണം everywhere he is there. That's because he's a director and actor. പക്ഷെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഏരിയയിലും he wanted to put his hand and also like he wanted to take care of all the departments. അപ്പൊ എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊക്കെയാണ് തോന്നുന്നു it's becoming it became late. പക്ഷെ ഇപ്പൊ ഒരു ഡേറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്, റിലീസ് ഡേറ്റ്. കാരണം he wanted even minute ആയിട്ടുള്ള കാര്യങ്ങളും he's taking care. And that ബീറ്റിന്റെ ആ ഒരു വൈബ്, പ്രത്യേകിച്ച് ആ ഒരു ബാൻഡ് വൈബ് ഒരു രക്ഷയില്ല. ഭയങ്കര ഡെപ്പാങ്കുത്ത് വൈബ്. അതിന്റെ കൂടെ ആ ലൈൻസും ലിറിക്സും നല്ല രസം. That's what, because നമ്മൾ ഇതിന് മുന്നേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴില് ധനുഷിന്റെ ഒരു വൈബാണ് നമ്മളിങ്ങനെ ആ ഒരു ഡപ്പാങ്കുത്ത് വൈബ് കണ്ടേക്കുന്നത്. പക്ഷെ ഇതെന്ന് പറയുന്ന ഒരു എല്ലാവർക്കും ഇങ്ങനെ പാടി നടക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അതായത് നമ്മളെ ഈ മലയാളത്തില് മംഗ്ലീഷ് എന്ന് പറയുന്ന പോലെ തമിഴില് തംഗ്ലീഷ് പോലെ ഇവര് കന്നഡയിലെ കംഗ്ലീഷ് ആണെന്ന് ഡൗട്ട് ഉണ്ട് അല്ലെ? അതുപോലെ ഏകദേശം ഇംഗ്ലീഷ് ടൈപ്പ് ഒരു സാധനമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പാടി നടക്കാൻ പറ്റിയൊരു സംഭവം ഇല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നത് മൂവിയില് ഇതുപോലത്തെ സെയിം വൈബുള്ള വേറൊരു സോങ് കൂടിയുണ്ട്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ലൈക്ക് ഒരു നാടൻ പടം, എന്താ പറയാ, ഒരു നാച്ചുറൽ മൂവി, ഒരു സ്ട്രീറ്റ് മൂവി പോലെ. അതായത് ഒരു പക്ക ബാംഗ്ലൂരിന്റെ കംപ്ലീറ്റ് റോ എങ്ങനെ കാണിക്കാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു വഴിയിലുള്ള ആൾക്കാർ തന്നെ ഡൗട്ട് ഉണ്ട് പെർട്ടിക്കുലർ സോങ്. അവരൊക്കെ ഏകദേശം എന്താ നമ്മളെവിടെയൊക്കെയോ കണ്ട ആൾക്കാരൊക്കെ പോലെ തോന്നുന്നുണ്ട്. ആൻഡ് ദേ ആർ നോട്ട് ആക്ടിങ്, ദേ ആർ ജസ്റ്റ് ബിഹേവിംഗ്. അതാണ്, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും വെരി നൈസ് സോങ്. ആ ഒരു ബീറ്റ് ഒരു ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. ലൈക്ക് എസ്പെഷ്യലി ഇറ്റ് വാസ് വെരി കമ്മിങ് ടു അവർ all the veins and energy was pumping. അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഈ ഒരു ഭീമ എന്ന് പറയുന്ന മൂവിയില് പല പാട്ടുകൾക്കും ഉണ്ട്. ആ ഒരു പമ്പിങ് ഫീൽ മാക്സിമം തരാൻ പറ്റുന്നുണ്ട്. മോർ ലൈക്ക് എനർജൈസിങ്, ആ ഒരു സോൾ കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു സാധനം. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ബൈ ബൈ.